നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. If sin theta equal to 5/13 where theta is acute, find cos theta and tan theta. So ഞാൻ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എ ബി സി, റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി. ഇവിടെ ഒരു acute ആംഗിൾ തീറ്റയെ പറ്റി പറയുന്നുണ്ട്. അപ്പം അത് എ ഓർ സി ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാൻ സിന്ന് എടുക്കുകയാണ്. സിന്ന് തീറ്റ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സൈൻ തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്. സൈൻ തീറ്റ 5/13 ആണ്. നേരത്തെ നമ്മൾ സൈൻ തീറ്റേൻ്റെ ഡെഫിനിഷൻ പഠിച്ചിരുന്നു. സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പം ഈ ഫിഗറിലാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് തീറ്റേൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ ബി ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എ സി ആണ്. സോ സൈൻ തീറ്റ എന്താണ് എന്നാ തന്നത്? 5/13 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദിസ് ഇസ് ഈക്വൽ ടു 5/13. ഇതിൻ്റെ മീനിങ് എ ബി 5 ആയിരിക്കും, എ സി 13 ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ മാർക്ക് ചെയ്യാം. എ ബി 5, എ സി 13. നിങ്ങൾക്ക് പൈതഗോറസ് തിയറം അറിയാം. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. പൈതഗോറസ് തിയറത്തിൽ പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതാണ് പൈതഗോറസ് തിയറം. സോ ഈ പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ഇവിടെ എ ബിയും അറിയാം, എ സിയും അറിയാം. എ സി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൈപ്പോട്ടന്യൂസ്, എ ബി എന്ന് പറയുന്നത് ഇവിടെ വരുന്ന സമയത്ത് ആൾട്ടിറ്റ്യൂഡാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ബേസ് ആണ്. സോ ഈ ഫോർമുല വെച്ചിട്ട്, ഈ പൈതഗോറസ് തിയറം വെച്ചിട്ട്, ബൈ പൈതഗോറസ് തിയറം നിങ്ങൾക്ക് ബേസ് എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ പൈതഗോറസ് തിയറം ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഞാൻ ബി എന്നൊക്കെ എഴുതുന്നുള്ളൂ കേട്ടോ, എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇങ്ങനെ പഠിച്ചോളൂ. സോ ഇതിൽ നിന്ന് ബി സ്ക്വയർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ എ സ്ക്വയറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ പ്ലസ് എ സ്ക്വയർ ആണ്, അത് ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് എ സ്ക്വയർ ആവും. ദാറ്റ് മീൻസ് ബി സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. സോ നമ്മൾ ഇവിടെയുള്ള വാല്യൂസ് കൊടുക്കുക. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് 13 ആണ്. സോ 13 സ്ക്വയർ മൈനസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് 5 ആണ്. സോ 5 സ്ക്വയർ. 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169, 5 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25, മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 144 കിട്ടും. സോ ബി സ്ക്വയർ ഈക്വൽ ടു 144. സോ ബി ഇസ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് 12 ആണ്. പക്ഷേ ഇത് ബേസിൻ്റെ ലെങ്ത് ആണ്. ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട് ബി ഇസ് ഈക്വൽ ടു 12. കാരണം ബി ഒരിക്കലും നെഗറ്റീവ് ആയില്ല. സോ ബേസ് 12 കിട്ടി. അതായത് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി സി 12 കിട്ടി. നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കോസ് തീറ്റയും ടാൻ തീറ്റയും ആണ്. അപ്പം നിങ്ങൾ നെക്സ്റ്റ് ആയിട്ട് കോസ് തീറ്റ എഴുതുക. കോസ് തീറ്റ കാണാനുള്ള ഫോർമുല, ഇതുപോലെ കോസ് തീറ്റ കാണാനുള്ള ഫോർമുല അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി സി ആണ്. ബി സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എ സി ആണ്. ബി സി നമ്മളിവിടെ കണ്ടുപിടിച്ചു 12, എ സി ഇവിടെ ഉണ്ട് 30. സോ 12/13. ഇതുപോലെ നിങ്ങൾക്ക് ടാൻ തീറ്റ കാണാം. ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനിഷൻ വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എ ബി ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എ സി ആണ്. എ ബി ഇവിടെ വാല്യൂ ഉണ്ട് 5 ആണ്. സോ 5 ഡിവൈഡഡ് ബൈ എ സി എന്ന് പറയുന്നത് 13 ആണ്. സോ 5 ഡിവൈഡ് ബൈ 13 കിട്ടും. ഇത്രയാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ തന്നെ ഇവിടെ എഴുതാം. √13² - 5².
അതാണ് നിങ്ങളെ 12. അത് ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ചെയ്തു പോകാം. ഓക്കെ.